വാഷ്റൂമിന് വേണ്ടിയിട്ട് കയറിയതാണ് പാർക്കിംഗ് സ്ലോട്ടിൽ. അപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ ട്രക്കാണ്, 3 വർഷമായി ട്രക്ക് ഓടിക്കുന്നു. ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ്റെ ട്രക്കൊക്കെ ഒന്ന് കയറി കണ്ടോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ നമുക്ക് വേണ്ടത് ഫ്രഷ് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാല് ആദ്യമായിട്ടാണ് ട്രക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുക്കിംഗ് സെറ്റപ്പും ആ ട്രക്കൊക്കെ കാണുന്നത്. ചേട്ടൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞത് ബ്രിട്ടോ. ഇതാണ് നമ്മുടെ ചേട്ടട്ടോ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ വ്യൂ കണ്ടത് വലിയ ഒരു സംഭവത്തിൽ കഴിക്കുന്ന പോലെയാണ്. പിന്നെ ഇതിലില്ലാത്ത സെറ്റപ്പുകളില്ല, എല്ലാം ഉണ്ട്. ഒരു ചലിക്കുന്ന വീട് എന്ന് വേണമെങ്കിൽ പറയാം. കുക്കിങ് എല്ലാവിധ സെറ്റപ്പും. ചേട്ടാ നമ്മളോട് പറഞ്ഞ ബിരിയാണിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാം, കഴിക്കാം. ഇതാണ് വണ്ടികളുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ നീളം. ട്രക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ആളെ സമ്മതിക്കുക തന്നെ വേണം. ആളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തു. അങ്ങനെയുള്ള കാഴ്ചകളാണിത്. ഓൾ യൂറോപ്പാണ് ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ ചായ തിളച്ചു തുടങ്ങി. ചേട്ടൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലോങ് ട്രിപ്പ് പോയിട്ടായിരുന്നേ. പക്ഷേ ശരിക്കും യാത്ര ചെയ്ത് മടുത്ത് വരുന്ന സമയമായിരുന്നു. അങ്ങനെ യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടു. പക്ഷെ ചേട്ടൻ്റെ നിന്ന് കിട്ടിയത് തന്നെ ഒരു ട്രീറ്റാണ്. ചായ കുടിച്ച് സെറ്റായി ഞങ്ങൾ. പിന്നെന്താ, വണ്ടിയുടെ ഉള്ളിൽ കയറി വണ്ടി എക്സ്പീരിയൻസ് ചെയ്തു. ചേട്ടൻ ഓൾ യൂറോപ്പിലാണ് വണ്ടി ഓടിക്കുന്നത്. ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആളുടെ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്കും തോന്നിയോ ട്രക്ക് ലൈഫ് പൊളിയാണെന്ന്. നമ്മൾ കുറേ ആൾക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ശരിക്കും അത്യാവശ്യം 1 മണിക്കൂറിന് മേലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. ചായ കൂടെയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് അവസാനം സലാമൊക്കെ പറഞ്ഞ് വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും കാണും. നമ്മൾ ചേട്ടനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. നല്ലൊരു ചേട്ടൻ, നല്ല ആളുകളെ പരിചയപ്പെടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണല്ലേ.